കോഴിക്ക് ഞാൻ എന്ത് കൊടുക്കും? ഇതാണ് എൻ്റെ കോഴിത്തീറ്റ. ഇതിനകത്ത് അടിയിൽ ഫുഡ് വേസ്റ്റ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഇന്നലെ ഉപയോഗിച്ച പഴത്തിൻ്റെ തൊലികളാണ്. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ അടച്ചു വയ്ക്കും. അപ്പം ഇതിൻ്റെ മുകളിൽ ഒരു ഈച്ച പോലും വന്നിരിക്കില്ല. അല്ലെങ്കിൽ നമ്മുടെ കിച്ചണിൽ ഇങ്ങനെ പഴത്തൊലിയൊക്കെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഈച്ച വന്നിരിക്കും. അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ അടച്ചു വയ്ക്കുന്നത്. എൻ്റെ കോഴികൾ വെജിറ്റബിൾ കഴിച്ചില്ല, വെജിറ്റബിൾ ഇട്ട് തീറ്റ കൊടുത്തപ്പോൾ അവർ തിരിഞ്ഞു നിന്നു എന്നൊക്കെയുള്ള കമൻ്റ് ഉണ്ടായിരുന്നല്ലോ. അടിയിലത്തെ ഈ പാത്രത്തിൽ നമ്മൾ ഫുഡ് വേസ്റ്റ് ഇടും. ഇതിനകത്ത് നമ്മൾ കഴിക്കുന്ന പഴത്തൊലികളെല്ലാം പിന്നെ ഇങ്ങനെ അടച്ചും വയ്ക്കും. അപ്പോൾ എന്താണ്, അടുക്കളയിൽ ഒരു ഈച്ച പോലും ഇതിൻ്റെ മുകളിൽ വന്നിരിക്കില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ പഴമൊക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഈ കൂവീച്ചകൾ വന്നിരിക്കും. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്ന ഈ പരിപാടിയാണ് ഇങ്ങനെ. അപ്പോൾ അവർ പെരുത്ത് സന്തോഷത്തിൽ കഴിക്കുന്നത് കാണാം. എന്നെ കളിയാക്കിയവരുണ്ടല്ലോ, എൻ്റെ കോഴികൾ പച്ചക്കറി കണ്ട് തിരിഞ്ഞു നിന്നുവരുന്ന്. ഞാൻ കാണിച്ചു തരാം അവരെങ്ങനെയാണ് കഴിക്കുന്നതെന്ന്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കും. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഇതെല്ലാം നമ്മൾ കോഴിക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ പഴത്തൊലി വെക്കാനായിട്ട് ഇങ്ങനെ ഒരു പാത്രമാണ്, ഒരു കുഴിവുള്ള പാത്രം. അപ്പോൾ ഈ പാത്രത്തിന് നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കുക, എന്നിട്ട് ഇങ്ങനെ അടച്ച്. സോ ഒരു ഹൈജീനിക്കായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാനും പറ്റും. നെക്സ്റ്റ് ഡേ നമ്മുടെ കോഴികൾക്കുള്ള തീറ്റയാണിത്. ഇത് മാത്രമായിട്ടല്ല കൊടുക്കുന്നത്, ഇതിൻ്റെ കൂടെ നമ്മൾ കോഴിത്തീറ്റ കൂടെ മിക്സ് ചെയ്യും. ലെയർ മാഷ്. ഈ ലെയർ മാഷ് തീരെ തരിയാണ്. അപ്പോൾ ഇതെന്ത് പറ്റും, ഈ കോഴികൾ ലെയർ മാഷ് തന്നെ കൊടുത്താൽ ഒത്തിരി വേസ്റ്റാക്കും. പക്ഷേ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയേ, ഒട്ടും വേസ്റ്റ് വരില്ല. കാരണം ഈ ഫുഡ് വേസ്റ്റും പിന്നെ നമ്മുടെ പഴത്തൊലി ഇത് രണ്ടിനും ഒരു ചെറുതായിട്ട് നനവുണ്ട്. ഈ ലെയർ മാഷ് കയറി ഇതിലേക്ക് അങ്ങ് സ്റ്റിക്ക് ചെയ്യും. അപ്പോൾ കോഴികൾക്ക് ഇത് രണ്ടും ഒന്നിച്ചൊരേപോലെ അകത്ത് പോകും. വേസ്റ്റേജ് തീരെ കുറവാണ്, വേസ്റ്റേജ് ഇല്ലയെന്ന് തന്നെ പറയാം. ഈ കോഴിത്തീറ്റ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളെല്ലാം ഇവിടെയുണ്ട്. ഇതാണ് എൻ്റെ മിക്സിംഗ് പാത്രം, കട്ടിംഗ് ബോർഡ്, പിച്ചാത്തി. അപ്പം നമ്മൾ ഇതെടുത്ത് മാറ്റുന്നു. എന്നിട്ട് ഈ പഴത്തൊലിയുടെ ഈ മുകളിലത്തെ പോർഷൻ ഉണ്ടല്ലോ, ആ ഹാർഡായിട്ടുള്ള നമ്മുടെ ഒരു പടലേടുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് അതങ്ങ് മാറ്റും. ഇത് ബയോഗ്യാസിലേക്കുള്ള സാധനം, അതിനെ സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കും. എന്നിട്ട് ഇങ്ങനെ ഒന്ന് മുറിച്ചിട്ട് ഒന്നോ രണ്ടോ കൂടെ ഒന്ന് വരയും. അപ്പോഴേക്കും എന്ത് പറ്റും, ഇതെല്ലാം ചെറിയ പീസുകളാവും. ഇനി ഇതിങ്ങനെ ഒറ്റ വരച്ചിലാണ്. ഏതാണ്ട് ഈ സൈസിലുള്ള പീസസ് ആക്കി നമ്മൾ മാറ്റും. കേടാ, ഇതൊക്കെ കോഴിക്ക് തിന്നാൻ പറ്റുന്ന സൈസാണ്. ഇത് വലിയൊരു പഴത്തൊലിയാണ്. നമ്മളിങ്ങനെ എടുക്കും, ഒന്നിച്ചങ്ങ് വയ്ക്കും, ഒന്ന് രണ്ടോ മൂന്നോ ആയിട്ട് വരയും. ഇപ്പോൾ കോഴിക്ക് കറക്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന സൈസായി. ഇത്രയായി കണ്ട. ഇങ്ങനെയുള്ള പീസസ് മതി, അവർ നല്ല രീതിയിൽ കഴിച്ചോളും. അവർക്കത് പെരുത്ത ഇഷ്ടമാണ് താനും. അങ്ങനെ നമ്മുടെ പഴ അരിച്ച സെക്ഷൻ കഴിഞ്ഞു. നമ്മുടെ പഴങ്ങളെല്ലാം അരിഞ്ഞ് ചെറിയ പീസസ് ആക്കി. ഇത് കോഴികൾക്ക് കഴിക്കാൻ എളുപ്പത്തിനുള്ള കൊച്ചു കൊച്ചു പീസസ്. അപ്പോൾ ഓർത്തോണേ, പഴത്തിൻ്റെ അകത്ത് നമ്മൾ കഴിച്ചു, തൊലി ഇതാണ്ട് കോഴികൾക്ക്. ഇവിടെ ഒന്നും വേസ്റ്റ് ആക്കില്ല എന്നുള്ള എൻ്റെ ആ ഒരു വാക്യം ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യാണ്. പഴത്തിൻ്റെ ഞെടുപ്പില്ലേ, ഇത് നമുക്ക് ബയോഗ്യാസിലും ഇടും. അപ്പോൾ അതും വെളിയിൽ കളയില്ല. നമ്മുടെ ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരു ഒന്നൊന്നര വേസ്റ്റ് മാനേജ്മെൻറ്റാണ്. ഒരു സാധനം പോലും വെളിയിൽ കളയില്ല, അതെല്ലാം നമ്മൾ റീയൂസ് ചെയ്യും. അങ്ങനെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് പഴത്തൊലി റെഡി. അടുത്ത നമ്മുടെ ഫുഡ് വേസ്റ്റ് അതങ്ങ് ഇട്ടേക്കാം. ഇത്ര ഫുഡ് വേസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൂടെ ഇട്ടു. സോ
അടിയിൽ പഴത്തൊലി കട്ട് ചെയ്തത്, പിന്നെ ഇതാണ്ടേ ഇന്നലെ വന്ന ഫുഡ് വേസ്റ്റുകൾ. ഒരു മണി അരി പോലും വെറുതെ കളയരുത്. അതാണ് എൻ്റെ പോളിസി. ഫുഡ് നമ്മുടെ ഇവിടെ വേസ്റ്റേജ് വരുന്നത് വളരെ മിനിമമാണ്. എന്നാലും ചിലപ്പോൾ ചില ദിവസങ്ങളിൽ കുറച്ച് വരും. അപ്പോൾ ഇന്നലെ എന്തൊക്കെയോ കറികളും തോരനും ഒക്കെ ചീത്തയായതൊക്കെ ഇരുന്നു. അതെല്ലാം കൂടിയാണ് ഇന്നത്തെ ഫുഡ് വേസ്റ്റ്. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മളുടെ ലെയർ മാഷ്. ഇതാണ് നമ്മുടെ കോഴിത്തീറ്റ. ഇതാണ്ടേ ഇതുകൂടെ നമ്മൾ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കും. ഇനി ഇതിനെ നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യും. ദേ ഇങ്ങനെ. ഇപ്പം നോക്കിയേ, ഈ ലെയർ മാഷ് എല്ലാം നമ്മുടെ വെജിറ്റബിൾസിൻ്റെ കൂടെ അങ്ങ് മിക്സ്ഡായി. അപ്പോൾ ആ തരികൾ മുഴുവനും മാറിക്കിട്ടി. ഇനി കോഴികൾക്കിത് വേസ്റ്റാക്കാനും പറ്റില്ല. അവരുടെ വയറ്റിലേക്കപ്പം വെജിറ്റബിൾസും പോകും, കോഴിത്തീറ്റയും പോകും. കോഴിത്തീറ്റ കൊടുത്തില്ല എങ്കിൽ നമ്മുടെ മുട്ടക്കോഴികൾ മുട്ടയിടില്ല. അതുകൊണ്ട് മസ്റ്റായിട്ട് കോഴിത്തീറ്റ കൊടുക്കണം. അപ്പം ഞാൻ ഇങ്ങനെ ചെയ്യുന്ന വഴി എനിക്ക് വളരെ ലാഭമാണ്. കാരണം എനിക്ക് കോഴിത്തീറ്റ വാങ്ങുന്നത് വളരെ കുറച്ച് മതി. ഏതാണ്ട് ഒരു ചാക്ക് ലെയർ മാഷ്, അതായത് 620 രൂപയാണ് ഒരു ചാക്കിന്. അത് വാങ്ങിച്ചാൽ എനിക്ക് 2 മാസത്തേക്കുണ്ട്. എൻ്റെ 14 കോഴികൾക്കും ഇങ്ങനെയാണ് ഞാൻ തീറ്റ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറ്റും, ലെയർ മാഷിൻ്റെ അളവ് കുറച്ച് മതി. അറ്റ് ദ സെയിം ടൈം നമുക്ക് വെജിറ്റബിൾസും കട്ട് പീസസും എല്ലാം കൂടുതലുമാണ്. അപ്പോൾ അവരുടെ വയറും നിറയും, അവർക്ക് ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും ഇതിനകത്ത് ചെല്ലുകയും ചെയ്യും. ഇതാണ് അവരുടെ റിച്ച് ആയിട്ടുള്ള ഫുഡ്. ഇനി ഇതെന്ത് ചെയ്യുന്നില്ലേ, ഇത് നമ്മൾ ബയോഗ്യാസിലിടും. ഇതുപോലെ നമ്മൾ വെറുതെ കളയില്ല കേട്ടോ, ഇതും നമ്മൾ യൂസ് ചെയ്യാണ്. അങ്ങനെ ഒരു കംപ്ലീറ്റ് റീസൈക്ലിംഗ് ആണ് നടക്കുന്നത്. ഒരു ഫുഡ് വേസ്റ്റും നമ്മൾ ഒന്നും വെളിയിലിടില്ല. കോഴികൾ ഈ ഫുഡെല്ലാം കഴിച്ചിട്ട് കോഴികൾ കാഷ്ടമിടും. ആ കാഷ്ടം ബയോഗ്യാസിൽ പോവും. ബയോഗ്യാസിൽ നിന്ന് സ്ലറിയും വരും, ഗ്യാസും വരും. എല്ലാം ഒരു റീസൈക്ലിംഗ് അല്ലേ. സമൂഹഗാനം കേൾക്കുന്നുണ്ടല്ലോ. ഇത് സമൂഹഗാനം കേട്ടോ. എല്ലാവരും പാട്ടും പാടി നിൽക്കുകയാണ്. ഫുഡ് തരാട്ടോ. ഗുഡ് ഗേൾസ് ഇരിക്കെ മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇവർക്ക് ഫുഡ് കൊടുക്കാം. ആദ്യമേ നമുക്ക് മുട്ടയങ്ങ് എടുക്കാം. എനിക്കിങ്ങനെ ഒരു കമ്പുണ്ട്, അത് വെച്ച് ഞാൻ ഇതിനെ അങ്ങ് പൊക്കി വെക്കും. നമ്മുടെ ഈ ഡോർ അങ്ങ് പൊക്കും. എന്നിട്ടിത് ഇങ്ങനെ മുട്ടയെടുക്കും. അപ്പോൾ ഒന്ന് കിട്ടി. ഇത് ഞാൻ ആദ്യം എടുത്തില്ല, കാക്കച്ചി ഇപ്പോൾ വന്ന് എടുത്തുകൊണ്ട് പോകും. ഇവിടെ അടുത്ത പോർഷൻ കൂടെ പൊക്കി വെക്കാം. ഇവിടുന്ന് ഓരോരുത്തരുണ്ട്. അങ്ങനെ ഇപ്പോൾ എനിക്ക് 3 എണ്ണം കിട്ടി ഇവിടുന്ന്. പാട്ട് പാടല്ലേ, ഇപ്പം തരാം കേട്ടോ. കുരു. എൻ്റെ കോഴികളുടെ ആവേശം ഒന്ന് കണ്ടു നോക്ക്. ഫുഡ് കഴിക്കാനുള്ളത് ഇവരാരും തിരിഞ്ഞു നിൽക്കുന്നില്ല. ഇവർ ഫുഡിന് വേണ്ടി തന്നെ നിൽക്കുക കേട്ടോ. എൻ്റെ കോഴികൾ വെജിറ്റബിൾ കഴിക്കില്ല എന്ന് പറഞ്ഞവർക്കാണ് ഇത് കാണേണ്ടത്. ദേ ഇനി ഇവർക്ക് എല്ലാവരുടെയും പാട്ട് നിന്നു. ആഹാരം കിട്ടിയപ്പോൾ പാട്ട് നിന്നല്ലേ. നമ്മൾ കൊടുത്ത വെജിറ്റബിൾ മിക്സ് അവർ കാര്യമായിട്ട് കഴിക്കുന്നത് കണ്ടോ. ആരും തല തിരിഞ്ഞ് നിൽക്കുന്നില്ല, ഫുള്ള് കഴിക്കുക. നമ്മുടെ തീറ്റയെ മുഴുവനും കൊടുത്തിട്ടില്ല കേട്ടോ. ദേ പകുതി എടുത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിനകത്ത് എഗെയിൻ ലെയർ മാഷ് ആഡ് ചെയ്ത് വൈകുന്നേരങ്ങളിൽ ഇവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതങ്ങ് മൂടി വെച്ചേക്കും. നമ്മൾ വെളിയിൽ തന്നെ മൂടി വെക്കും. അപ്പോൾ ഈച്ചയൊന്നും കയറൂല. എന്നിട്ട് വൈകിട്ട് ലെയർ മാഷ് കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് അടുത്ത ഒരു നേരത്തേക്കുള്ള ഫുഡ് കൂടെയായി. സോ ഇതാണ് ഞാൻ ഇവർക്ക് കൊടുക്കുന്ന ഫുഡ്. ഇനി കുടിക്കാൻ എന്ത് കൊടുക്കുമെന്നല്ലേ പറയാം. എനിക്ക്
2 സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതിങ്ങനെ മുട്ടക്കോഴികൾക്ക് മുട്ടയിടാൻ വേണ്ടി കൊടുക്കുന്ന ഒരു സാധനം, ഒരു മെഡിസിനാണ്. ഹെപ്പറ്റാസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊന്ന്. പിന്നെ ഉള്ളത് കാൽസ്യം 2 മിക്സ്. ഇത് രണ്ടുമാണ് ഞാൻ കൊടുക്കുന്നത്. എനിക്കിങ്ങനെ ഇവിടെ ഒരു ബക്കറ്റുണ്ട്. ആ ബക്കറ്റ് നിറച്ച് വെള്ളം ഡെയിലി ഇവിടെ ഇങ്ങനെ വയ്ക്കും. എന്നിട്ട് ഇതിന് ഹോളിട്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു 5 or 6 ഡ്രോപ്പ്, അതിൽ കൂടുതൽ ഒട്ടും ഒഴിക്കില്ല, ഇതങ്ങ് മിക്സ് ചെയ്ത് വയ്ക്കും. ആഴ്ചയിൽ ഒരു ദിവസം ഇതും, പിന്നെ ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞിട്ട് അതും. അങ്ങനെ ഇത് രണ്ടും മാറി മാറിയാണ് കൊടുക്കുന്നത്. ഈ 2 സാധനവും ഞാൻ ഇവർക്ക് മാറി മാറി കൊടുക്കും. ഇത് മാത്രമാണ് കൊടുക്കുന്നത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മൾ വെറും വെള്ളം. ഇവിടെ ഇങ്ങനെ ഓരോ പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഈ കിളിക്കൂട്ടി വെച്ച് കൊടുക്കുന്ന, വെള്ളം കുടിക്കാൻ കൊടുക്കുന്ന പാത്രമാണ്. അതിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കറക്റ്റ് ടൈറ്റായിട്ട് നിൽക്കും. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കും. വെള്ളം വേണ്ടേ? വായോ, വെള്ളം കുടിച്ചാൻ വായോ. സോ ഇങ്ങനെയാണ് എൻ്റെ മോർണിംഗ് സെക്ഷനിലെ തീറ്റ കൊടുക്കൽ. ഇത് തന്നെയാണ് വൈകിട്ടും. ഈ തീറ്റയുടെ ബാക്കിയുള്ള മിക്സിനകത്തോട്ട് ലെയർ മാഷ് ആഡ് ചെയ്യും, പിന്നെ വെള്ളവും കൊടുക്കും. ഈ 2 നേരം മാത്രമേ ഞാൻ ഇവർക്ക് തീറ്റ കൊടുക്കുന്നുള്ളൂ. അതും ഇതെല്ലാം കൂടെ ഒരു 10 മിനിറ്റ് കൊണ്ട് കഴിയും. വളരെ സിമ്പിളാണ്, വളരെ ഈസിയാണ്. അവർ ഫുഡും കഴിച്ചു, വെള്ളവും കുടിക്കുക. കോഴി വളർത്തൽ എന്ത് സിമ്പിളല്ലേ. അടുത്ത ആൾക്കാരും വെള്ളം കുടിക്കുന്നു. ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ കാര്യമാണ് മുട്ടക്കോഴി വളർത്തൽ. ഇതിലൂടെ നമുക്ക് അത്യാവശ്യം എടുക്കാനുള്ള പൈസയും കിട്ടും. കൂടുതൽ കോഴി ഉണ്ടെങ്കിൽ കൂടുതൽ പൈസ കിട്ടും. എൻ്റെ സമയവും സൗകര്യവും കുറവായതുകൊണ്ടാണ് ഞാൻ ഇത്രയിൽ നിർത്തിയിരിക്കുന്നത്. പക്ഷേ ഞാൻ ഒരു കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. വീട്ടമ്മമാർക്കും ജോലിക്ക് പോകുന്നവർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കോഴി വളർത്തൽ. ഇതിലൂടെ നമ്മുടെ ഫുഡ് വേസ്റ്റ് എല്ലാം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. നമുക്കൊരു അഡീഷണൽ ഇൻകം ആകും.